ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു മധ്യാഹ്നം ആശംസിക്കുന്നു. എല്ലാവരും ഉണർന്നിരിക്കുന്നല്ലേ? വളരെ ഗഹനമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം. വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിലെ അതിഗംഭീരമായിട്ടുള്ള ഭാഗങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളതായിട്ടുള്ള ഭാഗം. 262 മുതൽ 273 വരെയുള്ള ശ്ലോകങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. പുസ്തകങ്ങളിൽ പലതിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഈ ശ്ലോകത്തിൻ്റെ ക്രമത്തിൽ. 262 എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഇവിടെ കൈകാര്യം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ ഇതിനനുസരിച്ചാണ്. ചിന്മയ മിഷന്റെ പുസ്തകത്തിൽ 260-ാമത്തെ ശ്ലോകമായിട്ട് വരും. ചിന്മയാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം വരുന്നതായിട്ടുള്ള പുസ്തകത്തിൽ. അപ്പോൾ തത്വമസി എന്ന മഹാവാക്യത്തെ കുറിച്ചിട്ടുള്ള അനുസന്ധാനം, അതാണ് അതിൻ്റെ കുറച്ച് ഭാഗേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ഒരാചാര്യൻ അതിൻ്റെ പകുതിയോളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാൻ അധികം സമയമില്ല. 3:50 വരെ എനിക്ക് സമയം അനുവദിച്ചിട്ടുള്ളൂ. എല്ലാവരും ഇരുന്നോ? വന്നോ? ഓം സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തം അഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. നാരായണ. അപ്പോൾ വിവേക ചൂടാമണി സർവവേദാന്ത സാര സംഗ്രഹം തന്നെയാണ്. അതിമനോഹരമായി, വളരെ സിസ്റ്റമാറ്റിക്കായി, നല്ല ക്രമത്തിലാണ് ആചാര്യ ഭഗവത്പാദരുടെ വിഷയ അവതരണം.
ശരിക്കും ഈ ഒരു ടെക്സ്റ്റ് തന്നെ നല്ലതുപോലെ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ വേദാന്തത്തെക്കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള ഒരു നല്ല ആഴത്തിലുള്ള ഒരു ജ്ഞാനം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ചൂടാമണി തന്നെയാണ്. ചൂടാമണി എന്നാൽ ശിരോരത്നം എന്നർത്ഥം. ശിരസിൽ ധരിക്കുന്ന രത്നത്തിനാണ് ചൂടാമണി. ബ്രഹ്മവിദ്യ തന്നെയാണ് ഏറ്റവും വലിയ ചൂടാമണി. മനുഷ്യ ജീവിതം ലഭിച്ച നമ്മൾ ഇവിടെ വന്ന് നേടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ അലങ്കാരം ഈ ശിരോ അലങ്കാരമാണ്. ഈ മനുഷ്യ ജന്മം കിട്ടിയത് തന്നെ എത്രയോ ദുർലഭം എന്നതിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചു അല്ലേ? ജന്തൂനാം നരജന്മ ദുർലഭം അതഃ പുംസ്ത്വം തതോ വിപ്രദ തസ്മാത് വൈദിക ധർമ്മമാർഗപരദ വിദ്വത്വം അസ്മാത് പരം ആത്മാ അനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്നോ ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യൈഹി വിനാ ലഭ്യതേ എന്നാണ് ആരംഭിച്ചത് തന്നെ. അപ്പൊ ആ മുക്തിയാണ് ഇതിലെ ഫലം അഥവാ വിഷയം. ഈ വിവേക ചൂടാമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും മുക്തരാക്കി തീർക്കുക എന്നത് തന്നെയാണ്. ആ മുക്തിയുടെ സോപാനത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്, ഒരു അവതരണമാണ് ഈ വിവേക ചൂടാമണി. അപ്പൊ അതില് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആത്മാനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തി. മുക്തിയിലേക്കുള്ള വഴികളാണ് പറഞ്ഞു തന്നത്. ആത്മാനാത്മ വിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തി. അതെങ്ങനെ ലഭിക്കില്ല? ശതകോടി ജന്മ സുകൃതൈഹി പുണ്യൈഹി വിനാ ന ലഭ്യതേ. എത്രയോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തതായിട്ടുള്ള സുഹൃതങ്ങളെ കൊണ്ട് പുണ്യങ്ങളെ കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഈ ഒരു യോഗ്യത, ഈ ഒരു മുക്തി സോപാനത്തിന്റെ മുകളിലേക്ക് കയറാനുള്ളതായിട്ടുള്ള ഒരു യോഗ്യത കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന് ആ യോഗ്യത തന്നെയാണ് ആദ്യം വിവേക ചൂടാമണി പറഞ്ഞു തുടങ്ങിയത് അല്ലെ? സാധനാ ചതുഷ്ടയ സമ്പന്നനായിട്ടുള്ള ഒരു അധികാരിക്ക് ഈ മുക്തി സോപാനത്തിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. വിവേകം, വൈരാഗ്യം, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം, ഈ 4 യോഗ്യതകളുള്ള ആളുകൾക്ക് മാത്രമേ ആ സോപാനത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോ ഈ വിവേക, വൈരാഗ്യ, ശമതമാദി, ഷഡ്ക സമ്പത്തികളെല്ലാം ആർജിക്കാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ജീവിതം. നമ്മൾ മര്യാദയ്ക്ക് ശാസ്ത്രങ്ങൾ പറയുന്നതിനനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ, നമ്മുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ നമ്മൾ യോഗ്യത കൈവരിക്കും. ഈ വിവേക, വൈരാഗ്യ, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം എന്നിങ്ങനെയുള്ള 4 യോഗ്യതകൾ, 4 സാധനകൾ നമ്മൾ സമ്പാദിക്കും. അപ്പൊ അതിനാണ് നമ്മുടെ ജീവിതത്തിലുള്ള ധർമ്മ അനുഷ്ഠാനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അത് ആചാര്യ ഭഗവത്പാദർ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. ചിത്തത്തിന്റെ ശുദ്ധിക്കായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുന്ന എല്ലാ ധർമ്മങ്ങളും. ചിത്തശുദ്ധി ആർജിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ, നിത്യം, നൈമിത്തികം, അല്ലെങ്കിൽ നമ്മൾ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വിശേഷങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം കൊണ്ടും ആർജിക്കേണ്ടത് എന്താണ്? ആ യോഗ്യതയാണ്, ചിത്തശുദ്ധിയാണ് എന്ന് പറയുക. അങ്ങനെ ചിത്തശുദ്ധി ആർജിച്ചതായിട്ടുള്ള ഒരു അധികാരി പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണഃ നിർവേദമായാത് നാസ്തി അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ യോഗ്യത ആയി കഴിയുമ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു രാമഗീതയിൽ വളരെ മനോഹരമായിട്ട് പറയേണ്ടത് ആദൗ സ്വവർണാശ്രമ വർണ്ണിതാക്രിയാഃ കൃത്വാ സമാസാദിത ശുദ്ധമാനസഃ സമാപ്യ തത്പൂർവമുപാത്ത സാധനഃ സമാശ്രയേത് സദ്ഗുരും ആത്മലബ്ധയേ. രാമഗീത എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? രാമഗീതയിലെ തുടക്കത്തില്
രാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഒരു ശ്ലോകമാണത്. എന്താണ്? ആദൗ സ്വവർണാശ്രമ വർണ്ണിതാഹ ക്രിയാഹ കൃത്വ. അവനവന്റെ ആ ധർമ്മം അനുഷ്ഠിച്ച് അവനവന്റെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ ചെയ്തിട്ട് സമാസാദിത ശുദ്ധമാനസഃ, ആ മനസ്സ് ശുദ്ധമാക്കിയതിനു ശേഷം, അന്ധക്കരണ ശുദ്ധി വരുത്തിയതിനു ശേഷം, സമാപ്യ തത്പൂർവമുപാത്ത സാധനഃ, ആ വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ സമാപിപ്പിച്ചിട്ട്, കർമ്മങ്ങളെല്ലാം സന്യസിച്ചിട്ട്, പൂർവമുപാത്ത സാധന എന്നുള്ള ഏതാ സാധനങ്ങള്? ഈ പറഞ്ഞ സാധന ചതുഷ്ടയ സമ്പത്തി തന്നെയാണ്. വിവേക, വൈരാഗ്യ, സമാധി, ഷഡ്ക സമ്പത്തി, മുമുക്ഷുത്വം. ഈ യോഗ്യതകൾ ആർജിച്ചതിന് ശേഷം സമാശ്രയേ സദ്ഗുരും ആത്മലബ്ധയേ, ആ ആത്മലബ്ധിക്കായിക്കൊണ്ട്, ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് സദ്ഗുരും സമാശ്രയേത്, ഒരു സദ്ഗുരുവിനെ സമാശ്രയിക്കണം എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ എന്ന് ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് ശാസ്ത്രങ്ങൾ എടുത്താലും ആ ഗുരുവിന്റെ മുഖത്തിൽ നിന്ന് വേണം ശാസ്ത്രശ്രവണം ചെയ്യാനായിക്കൊണ്ട് അങ്ങനെ ആ യോഗ്യത കൈവരിച്ച ഒരു മുമുക്ഷു അഥവാ ജിജ്ഞാസു ആ ഗുരുവിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ അറിയുകയാണ്, താൻ ആരെന്ന് അറിയുകയാണ്. ആ ഉപദേശങ്ങളാണ് ക്രമത്തില് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വരെയുള്ള ഭാഗത്ത് വളരെ മനോഹരമായിട്ട് വിശദമായിട്ട് ആചാര്യ ഭഗവത്പാദര് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലെ, അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ള ഊഹത്തിലെ എനിക്ക് അനുവദിച്ചിട്ടുള്ള ഭാഗം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒന്നും അറിയാത്ത അവസ്ഥയായിരിക്കില്ല. അല്ലെ, എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുപോലെ വിവേക ചൂടാമണി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആ മുൻഭാഗങ്ങളൊക്കെ ഗ്രഹിച്ചു എന്നുള്ളൊരു ബോധത്തിൽ വേണം ഞാനിപ്പോ നിങ്ങൾക്ക് എനിക്ക് അനുവദിച്ചിട്ടുള്ള ഭാഗം പറയാനായിക്കൊണ്ട്. എങ്കിലും ഒന്ന് സംഗ്രഹിച്ച് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ ആ തത്വമസി മഹാവാക്യത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് ചർച്ച കഴിഞ്ഞു. ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട്, ജഹാജഹൽ ലക്ഷണ വെച്ചുകൊണ്ട് എങ്ങനെയാണ് തത്വമസി മഹാവാക്യത്തെ വിചാരം ചെയ്ത് ആ ലക്ഷ്യാർത്ഥം ഉറപ്പിക്കേണ്ടത് എന്ന് വിശദമായിട്ട് ഇതിനു മുമ്പ് ചർച്ച കഴിഞ്ഞിട്ടാണ് ആചാര്യൻ ശിഷ്യന് ഉപദേശിക്കുന്നത്. ബ്രഹ്മതത്വമസി ഭാവയാത്മനി. 10 ശ്ലോകങ്ങളാണ്. ഓരോന്നിലും അവസാന വരിയാണ് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ബ്രഹ്മതത്വമസി ഭാവയാത്മനി. തദ് ബ്രഹ്മ ത്വമസീതി ആത്മനി ഭാവയ. ഇതാണ് ഉപദേശം. തദ് ബ്രഹ്മ. ഏത് ബ്രഹ്മം? മുൻ 3 വരികളിൽ ബ്രഹ്മത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. 4 വരിയാണല്ലോ ഒരു ശ്ലോകം. അതിൽ ആദ്യത്തെ 3 വരികളിൽ ഏതൊരു ബ്രഹ്മത്തെ കുറിച്ച് വിശേഷിപ്പിച്ചുവോ തദ് ബ്രഹ്മ ത്വം അസി. ആ ബ്രഹ്മം അത് എവിടെയോ ഇരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുന്നത്. അത് നീ തന്നെയാണ്. തത്വമസി, അത് നീ തന്നെയാണ് എന്ന് ആത്മനി ഭാവയ, നിരന്തരം ഭാവയ, അനുസന്ധാനം കുരു. അപ്പൊ ഈ ശ്ലോകങ്ങൾ എന്തിനുള്ളതാണ്? അനുസന്ധാന ശ്ലോകങ്ങളാണ്. ശ്രവണം മനനം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിധിധ്യാസാത്മകമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ശ്രവണം കഴിഞ്ഞിരിക്കണം, അല്ലെ? സംശയരഹിതമായി കാര്യങ്ങളൊക്കെ ഗുരുവിൽ നിന്ന് ശ്രവണം കഴിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് അവനവന്റെ അനുഭവവും യുക്തിയും ഉപയോഗിച്ചുകൊണ്ട് മനനവും കഴിഞ്ഞിരിക്കണം. വേണ്ടേ? കഴിഞ്ഞുവോ? കഴിഞ്ഞുവെങ്കിലേ ഈ പദ്ധതിയിൽ നമ്മൾ വിജയിക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്ന് നിങ്ങൾ ഓരോരുത്തരോടും ചൂണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അഹം ബ്രഹ്മാസ്മി എന്ന ബോധത്തിൽ ഉറയ്ക്കാൻ പോകുന്നില്ല. അപ്പൊ അതിനു മുമ്പുള്ളതായിട്ടുള്ള ശ്രവണം മനനം ആ ഭാഗങ്ങളാണ് ഇതുവരെയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് നിധിധ്യാസനപരമായിട്ടുള്ള അഥവാ ധ്യാനാത്മകങ്ങളായിട്ടുള്ള നിരന്തര വിചാരം ചെയ്യുവാൻ, ഉറപ്പിക്കുവാൻ വേണ്ടി
അത് ഉറപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നിഷ്ഠ കിട്ടില്ല. നമുക്ക് കുറെ ശ്രവണം ചെയ്യുമ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അല്ലേ? ഒരുവിധം ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് വേദാന്തം. വളരെ യുക്തിപരമായിട്ടാണ് വേദാന്തം അവതരിപ്പിച്ചിട്ടുള്ളതും. അത് ഉപനിഷത്തുകളാണെങ്കിലും ഗീതയാണെങ്കിലും മറ്റ് ആചാര്യന്മാരുടെ പ്രകരണ കൃതികളാണെങ്കിലും എല്ലാറ്റിലും വേണ്ടത്ര യുക്തി ഉണ്ട്. അപ്പൊ സാമാന്യം യുക്തിയുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ എന്തിലുള്ളൂ? വേദാന്തത്തിലുള്ളൂ. പക്ഷെ എന്നിട്ടും ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോ എല്ലാം ഓക്കെ, അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ചെരുപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തത്വമസിയില്ല, അഹം ബ്രഹ്മാസ്മിയില്ല, ഒന്നുമില്ല. നമ്മൾ ദേഹമാണ്, അല്ലേ? ആ ദേഹത്തിന്റെ ആവശ്യങ്ങളാണ്, ആ ദേഹത്തിൻ്റെതിനോട് ബന്ധപ്പെട്ടതിനോടൊക്കെ അഹന്താ മമതകൾ. എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ പഴയ മത്സരങ്ങളൊക്കെ വീണ്ടും തുടരുകയായി. മാറ്റമുണ്ടോ? ഇല്ല. അതിന് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഈ അനുസന്ധാനം അഥവാ നിരന്തരമായിട്ടുള്ള അഭ്യാസം. അപ്പോ അതാണ് ഇവിടുത്തെ വിഷയം. അത് നമുക്ക് തന്നിട്ടുള്ള ശ്ലോകങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇതുവരെ 4-5 ശ്ലോകങ്ങൾ കഴിഞ്ഞു. അത് വെറുതെ ഒന്ന് വായിക്കാം, ഏതൊക്കെ ശ്ലോകങ്ങളാണ് മുമ്പ് കഴിഞ്ഞത് എന്നുള്ളത്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയ ബ്രഹ്മതത്വമസി ഭാവയാത്മനി യത്പരം സകലവാഗഗോചരം ഗോചരം വിമലബോധചക്ഷുഷഃ ശുദ്ധചിദ്ഗണമനാദിവസ്തു യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ഷഡ്ഭിരൂർമിഭിരയോഗി യോഗിഹൃത് ഭാവിതം ന കരണൈർവിഭാവിതം ബുദ്ധ്യവേദ്യമനവദ്യമസ്തി യത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ഭ്രാന്തി കൽപിത ജഗത്കലാശ്രയം സ്വാശ്രയം ച സദസദ്വിലക്ഷണം നിഷ്കലം നിരുപമാനവദ്ധിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ജന്മവൃദ്ധി പരിണത്യപക്ഷയ വ്യാധിനാശന വിഹീനമവ്യയം വിശ്വസൃഷ്ട്യവ അവനഘാത കാരണം ബ്രഹ്മതത്വമസി ഭാവയാത്മനി അസ്തഭേദമനപാസ്തലക്ഷണം നിസ്തരംഗജലരാശി നിശ്ചലം നിത്യമുക്തമവിഭക്തമൂർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഇതുവരെയുള്ള ഭാഗം എടുത്തു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? ഇനി തുടർന്നുള്ളതാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഏകമേവ സദനേക കാരണം കാരണാന്തര നിരാസ കാരണം കാര്യകാരണ വിലക്ഷണം സ്വയം ബ്രഹ്മതത്വമസി ഭാവയാത്മനി. അപ്പോ തദ് ബ്രഹ്മത്വമസീതി ആത്മനി ഭാവയ. ഇതാണ് ഗുരുവിന്റെ ശിഷ്യനോടുള്ളതായിട്ടുള്ള ഉപദേശമാണ്, അനുസന്ധാനം ചെയ്യുവാനുള്ള ഉപദേശമാണ്. അപ്പോൾ ആ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് മുൻ 3 വരികളിൽ പറയുന്നത്. ഏകമേവ സത്, അനേക കാരണം, കാരണാന്തര നിരാസ കാരണം, കാര്യകാരണ വിലക്ഷണം സ്വയം. ഇത്രയും വിശേഷണങ്ങളെ കൊണ്ടാണ് ആ ബ്രഹ്മത്തെ വർണ്ണിച്ചത്. അപ്പൊ ഏകമേവ സത്, അത് സത് ഏകം ഏവ, സത്താണത് എന്ന് പറഞ്ഞാൽ ഉണ്മയാണത്. ഉണ്മ എന്ന് പറഞ്ഞാൽ അത് എന്നും ഉള്ളതാണത്. അത് ഉണ്ടായതുമല്ല, ഉണ്ടാക്കേണ്ടതുമല്ല, നശിക്കുന്നതും അല്ല. എല്ലാ കാലത്തും ഉള്ളതിനെയാണ് എന്ത് പറയുന്നത്? സത്ത് എന്ന് പറയുന്നത്. ത്രികാല അബാധിത വസ്തു, ത്രികാല അബാധിതം വസ്തുവാണ്
സത്ത് എന്ന് പറയുന്നത്. 3 കാലത്തും, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള അഭാവവും ഒരു തരത്തിലുള്ള ബാധയും ഇല്ലാത്തതാണ് സത് എന്ന് പറയുന്നത്. അതാണ് ആദിയിൽ ഉണ്ടായിരുന്നത്, അതുതന്നെ ഇപ്പോഴും ഉള്ളൂ, അതുതന്നെ എപ്പോഴും ശേഷിക്കുന്നുമുള്ളൂ. ഉപനിഷത്തിൽ ഉപദേശം പറയുന്നതിന് സദേവ സൗമ്യ ഇദമഗ്ര ആസീത് ഏകമേവാദ്വിതീയം ബ്രഹ്മ. ആ തത്വമസി മഹാവാക്യം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചാന്തോക്യ ഉപനിഷത്തിലെ ശ്വേതകേതുവിനുള്ളതായിട്ടുള്ള ഉപദേശ ഭാഗം ഉദ്ദാലകൻ എന്ന മഹർഷി തന്റെ പുത്രനായ ശ്വേതകേതുവിന് ആരംഭിക്കുന്നത് തന്നെ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യത്തെ പറഞ്ഞുകൊണ്ടാണ്, അതിന്റെ പരമകാരണത്തെ പറഞ്ഞുകൊണ്ടാണ്, അതിന്റെ ആദ്യ അവസ്ഥയെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? സദേവ സൗമ്യ ഇദമഗ്ര ആസീത്, ഇദമഗ്രേ, ഇൻ ദ വെരി ബിഗിനിങ്. എല്ലാറ്റിനും മുമ്പ്, ഈ സൃഷ്ടിജാലങ്ങളെല്ലാം കാണപ്പെടുന്നതിന്, അഭിവ്യക്തമാകുന്നതിന് മുമ്പ് ആ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം. അതൊന്നു മാത്രമാണ്, രണ്ടാമതൊന്ന് ഇല്ലേ ഇല്ലായം. അല്ലേ? നിങ്ങളൊക്കെ ഭാഗവതം കേൾക്കാറുണ്ടോ? ഭാഗവത വിദ്യാർത്ഥികളാണോ? അതില് വളരെ മനോഹരമായിട്ട് ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അല്ലേ? അതിലെന്താ ആരംഭം? ചതുശ്ലോകിയിലെ ആദ്യ ശ്ലോകം എന്താണ്? ഭഗവാൻ നാരായണൻ തന്റെ പുത്രനും ശിഷ്യനുമായ ബ്രഹ്മദേവന് ഉപദേശിക്കുന്നതാണ് ഈ 4 ശ്ലോകങ്ങൾ, ചതുശ്ലോകി. അപ്പൊ അത് ആരംഭിക്കുന്നതന്നെ അഹമേവാസമേവാഗ്രേ നാന്യത് യത്സദസത്പരം പശ്ചാദഹം യഥേദച്ഛ യോവശിഷ്യേദസോസ്മ്യഹം. ഇത് തന്നെയാണ് പറയുന്നത്. സദേവ സൗമ്യ ഇദമഗ്രാസീത് എന്നുള്ളതിനെ അഹമേവാസമേവാഗ്രേ, അഗ്രേ അഹം ഏവ ആസം ഏവ, 2 ഏവ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ എന്ന് ഉറപ്പിക്കാൻ. ഉണ്ടായിരുന്നോ എന്ന് സംശയിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, ഉണ്ടായിരുന്നു തന്നെ. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ് അഹം ഏവ ആസമേവ അഗ്രേ. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാര് പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. നമ്മുടെ സാഹിത്യത്തില് ഉപനിഷത്തുക്കളാകട്ടെ പുരാണ ഇതിഹാസങ്ങളാവട്ടെ വളരെ മനോഹരമായിട്ടാണ്, കൃത്യമായിട്ടാണ് അവര് പദങ്ങൾ പ്രയോഗിക്കുന്നത്. പിന്നെ ഒരു ചോദ്യത്തിനിടയില്ലാത്ത രീതിയിലാണ്. പക്ഷെ അറിവില്ലാത്തവർ പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവരാണ് കൂടുതലും, അല്ലേ? അപ്പോ അങ്ങനെ ആ ആദിയിൽ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ ഒരൊറ്റ വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് ബ്രഹ്മം. ആ ബ്രഹ്മം ത്വമസി, അത് നീ തന്നെയാകുന്നു എന്ന് പറയുമ്പോ മഹാവിഷ്ണു നാരായണൻ ബ്രഹ്മദേവനോട് പറഞ്ഞ അഹമേവാസമേവാഗ്രേ എന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും പറയാറാവണം. അവിടെ നാരായണൻ പറഞ്ഞു അഹമേവാസമേവാഗ്രേ. ആ നാരായണന്റെ അതേ ഭാവത്തിൽ നമുക്കും പറയാറാവണം, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് ഞാൻ? ഈ ഉള്ള ഞാനാണ്. ഈ ഇപ്പൊ ഞാൻ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണോ? അതൊക്കെ തള്ളിക്കളയാൻ മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപഗുണ ദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മന. അപ്പൊ ഇപ്പൊ നിങ്ങൾ അഭിമാനിക്കുന്ന ഞാനല്ല. എല്ലാ അഭിമാനങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ്, എല്ലാ വേഷങ്ങളും കെട്ടുന്നതിന് മുമ്പ്, എല്ലാ വേഷങ്ങളും അഴിച്ചു വെച്ചാൽ എന്തു ശേഷിക്കുമോ? അല്ലേ? ആ ഞാനാണ് ആദ്യമുണ്ടായിരുന്നത്. ആ ഞാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാമായി വേഷം കെട്ടിയിരിക്കുന്നതും. നാരായണനെ പോലെ പറയാറായാൽ നമ്മളും ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന ഉപനിഷത്ത് പറഞ്ഞു. ബ്രഹ്മവിത്ത് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു, ബ്രഹ്മം തന്നെയാകുന്നു. അപ്പൊ ഭഗവാന്റെ സ്ഥാനത്ത് നിന്ന് നമുക്കും പറയാറാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ എന്താ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഓപ്പോസിറ്റാണ്. മുമ്പ് പറഞ്ഞ ആ ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപഗുണ ദോഷവർജിതം അതൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മള് വീണ്ടും ആ വിഴുപ്പ് തന്നെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്.
ദിവസത്തിൽ എത്ര നേരം നമ്മൾ ഈ ഉപദേശം അനുസന്ധാനം ചെയ്യാറുണ്ട്? 24 മണിക്കൂറിൽ എത്ര നേരം നമ്മൾ ഇത് അനുസന്ധാനം ചെയ്യാറുണ്ട്? ഈ ഉപദേശം അനുസന്ധാനം ചെയ്യാറുണ്ട്? അഹം ബ്രഹ്മാസ്മി എത്ര നേരം വിചാരം ചെയ്യാറുണ്ട്? എന്നാൽ നമ്മൾ എപ്പോഴും വിചാരം ചെയ്യുന്ന എന്താണ്? നമ്മുടെ ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ ദേഹാദികളിലുള്ള അഭിമാനത്തോടുകൂടി ഞാൻ ആരാണ്, ഞാൻ ഇന്നതാണ്, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ്, ഞാൻ ഇന്ന കുട്ടികളുടെ അച്ഛനാണ്, അമ്മയാണ്, ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ്, സമൂഹത്തിൽ ഇന്ന യോഗ്യതകളുള്ള ആളാണ്. ഇങ്ങനെ നമ്മളെല്ലാ വേഷങ്ങളും അതിലാണ് നമ്മുടെ എപ്പോഴും താതാത്മ്യം. ആ താതാത്മ്യം പോകുന്നേ ഇല്ല. അപ്പൊ ഇത് പോകണമെങ്കിൽ ഈ അനുസന്ധാന സമയം കൂട്ടണം. മറ്റേ അനുസന്ധാനം 23.5 മണിക്കൂറും ചെയ്ത് അരമണിക്കൂർ ധ്യാനം ചെയ്തതുകൊണ്ട് കാര്യമായോ? കുറച്ചു നേരം ഉറങ്ങിപ്പോവും, ശല്യമില്ലാതെ പോവും അല്ലേ? ഒരു 7-8 മണിക്കൂർ ഉറങ്ങിപ്പോയാൽ അത് വലിയ ദോഷമില്ല. അത് ആർക്കും ഒരു ദോഷവും ചെയ്യുന്നതല്ല. എല്ലാം മറന്നുകൊണ്ടുള്ളതാണ് ആ ഉറക്കം. ബാക്കിയുള്ള ഉണർന്നിരിക്കുന്നതായിട്ടുള്ള സമയം മുഴുവൻ നമ്മൾ അനുസന്ധാനം ചെയ്യുന്ന നമ്മുടെ പഴയ ആ വേഷം തന്നെയാണ്. അല്ലേ, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള അഭിമാനം തന്നെയാണ് എപ്പോഴും നമ്മൾ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറി ഈ അനുസന്ധാനത്തിന്റെ ആ സമയം കൂട്ടി കൊണ്ടുവരണം. നമ്മൾ വ്യവഹാരം കുറച്ച് കൊണ്ടുവന്നാലേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ എന്നർത്ഥം. ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ, ഇത് നമുക്ക് അനുഭവമാകണമെങ്കിൽ തദ് ബ്രഹ്മ അഹമസ്മി എന്ന ബോധം നമ്മളിൽ നിരന്തരമാവണമെങ്കിൽ അനുസന്ധാന സമയം കൂടണം. അതല്ലെങ്കിൽ മറ്റേ ഓറിയന്റേഷൻ എത്ര കാലം തുടരുന്നുവോ നമുക്ക് ഒരിക്കലും ഈ അനുഭവം സാധ്യമാവുകയില്ല. നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് ഭ്രമങ്ങൾ വന്നു ചേരുന്നത് അല്ലേ? അപ്പൊ ഇത് എത്രയോ കാലമായിട്ടുള്ള ഭ്രമമാണ്. ഇത് മാറ്റിയാൽ മാറുമോ? വളരെ കഷ്ടമുണ്ട് എന്ന് പറയുക അല്ലെ? നമ്മൾ സിനിമയ്ക്ക് പോയിരിക്കുമ്പോ നിമിഷ നേരം കൊണ്ട് നമ്മളെല്ലാം മറക്കുന്നു. നമ്മൾ തിയേറ്ററിലാണ് ഇരിക്കുന്നത്, ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ കാണുന്നത് മൂവിയാണ്, അത് വെറും നിഴലാണ് അല്ലേ? ഇത് മറന്നിട്ടല്ലേ നമ്മൾ അതുമായി താതാത്മ്യം പ്രാപിച്ച് കരയും ചിരിക്കുകയും വികാരഭരിതരാവുകയും അല്ലേ, ഉത്കണ്ഠാഭരിതരായി തീരുണ്ട് നമ്മൾ നിമിഷ നേരം കൊണ്ട്. സ്വപ്നത്തിലോ അതിനേക്കാൾ വേഗത്തില്. സ്വപ്നത്തിൽ നമ്മൾ ഭയാനകമായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു എന്ന് വിചാരിക്കുക. ഉണർന്നാലും ആ ഭയം മാറുന്നുണ്ടോ? കുറെ നേരത്തേക്ക് അതിന്റെ ഹാങ് ഓവർ ഉണ്ടാവും, ഉത്കണ്ഠ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരം വെളുക്കണം തിരിയൊന്ന് മാറിക്കിട്ടാനായിക്കൊണ്ട് അല്ലേ? രാത്രിയിൽ മുഴുവൻ ചിലപ്പോൾ അതിന്റെ ഭയം, ഇനിയും ഞാൻ ഉറങ്ങിയാൽ പഴയ അതേ ഭയപ്പെടുത്തുന്ന സ്വപ്നം എന്നെ ബാധിക്കുമോ, ആ ഭയം എന്നെ വീണ്ടും വേട്ടയാടുമോ എന്നുള്ള ചിന്തയുണ്ട് നമുക്ക്. അപ്പൊ കുറച്ചു നേരം മതി ഭ്രമത്തിന് എന്ന് പറയാ. ഇതിപ്പോ അനാദികാലമായിട്ടുള്ള ഭ്രമമാണ് നമ്മുടെ ഭ്രമം. ഏത് ഭ്രമം? ഈ ജാതി നീതി കുല ഗോത്രങ്ങളുമായിട്ടുള്ള നമ്മുടെ താതാത്മ്യം. അപ്പൊ ഈ താതാത്മ്യത്തെ അഴിച്ചു കളയാൻ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമം ചെയ്യേണ്ടതുണ്ട്, നിരന്തരമായ വിചാരം ചെയ്യേണ്ടതുണ്ട്. അപ്പോ ആ സത്യത്തെക്കുറിച്ച് അനുസന്ധാനം ചെയ്യേണ്ടതുണ്ട്. ഏകമേവ സത്തെന്ന്, അത് അനേക കാരണം. അപ്പോ ഈ പലത് കാണുന്നതോ ഏകമേവ സത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഏകമേ ഉള്ളൂ? ആ ഏകമേ ഉള്ളൂ. അത് തന്നെയാണ് ഈ അനേകത്തിന്റെ കാരണം. ഈ നാനാത്വം മുഴുവൻ ഏതൊന്നിന്റെ പ്രകാശമാണോ, ഏതൊന്നിന്റെ മാനിഫെസ്റ്റേഷനാണോ, ഏതൊന്നിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു കാണുകയാണോ, ഏതൊരു വസ്തുവിനെ അതിനെ ശരിയായി അറിയാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ പലതായി കാണുകയാണ്. ആ ഏകമായ വസ്തു സ്വയം പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചതാണെന്ന് നമ്മൾ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോ നമ്മൾക്ക് എന്താ പറയാ ബോധ്യം വരുത്താൻ വേണ്ടി കഥാരൂപത്തില് ആ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകമേവ അദ്വിതീയമായിരുന്ന ആ വസ്തു അതെന്ത് ചെയ്തു? സോകാമയത ബഹുസ്യാം പ്രജായേതി, അത് സങ്കൽപ്പിച്ചു ഞാൻ തന്നെ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ ആ ഏകമായ ബ്രഹ്മം തന്നെ പലതായി തീർന്നതാണ് ഈ കാണുന്ന നാനാത്വം മുഴുവൻ. അപ്പൊ അനേകത്തിന്റെ കാരണം മുഴുവൻ ആ ഏകമായ വസ്തുവാണ്, ആ സദ്വസ്തുവാണ്.
കാരണാന്തര നിരാസ കാരണം എന്ന് പറഞ്ഞാലോ, ഇതിന് മറ്റൊരു കാരണാന്തരം ഇല്ല. കാരണാന്തരത്തെ നിരസിക്കുന്നതാണ് ഈ വസ്തു. എന്താ കാരണാന്തരം എന്ന് പറഞ്ഞാല്, ഈ ലോകത്തില് ഏത് വസ്തുവിനെടുത്താലും അതിന്റെ കാരണത്തെ നമുക്ക് അന്വേഷിച്ച് പോകാം. അങ്ങനെ കാരണത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോ അവസാനം ആ പരമസത്യത്തിലേക്ക്, പരമകാരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഇല്ല. അത് എന്നും ഉള്ളതാണ്. അതിനെ ആരും ഉണ്ടാക്കിയത് അല്ല എന്ന് പറയാം. ഇതിനൊക്കെയാണ് പുരാണങ്ങളില് കഥകളൊക്കെ പലതും പറഞ്ഞിരിക്കുന്നത്. ശിവപുരാണത്തിൽ ഒരു കഥയുണ്ട്. മഹാദേവനോട് നാരദനാണോ ആരോ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ അച്ഛൻ ആരാണ്? അപ്പൊ എന്റെ അച്ഛൻ ബ്രഹ്മദേവൻ. ബ്രഹ്മദേവന്റെ അച്ഛൻ ആരാണ്? വിഷ്ണു. വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മദേവൻ ഉണ്ടായത്. ബ്രഹ്മദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് രുദ്രൻ ആവിർഭവിച്ചത് എന്നൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഇതിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, അങ്ങേരുടെ അച്ഛൻ ആരാണ്? അപ്പോ മഹാദേവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഇനി ഓരോരുത്തരെയും അങ്ങേരുടെ അച്ഛൻ ആരാണ്, അങ്ങേരുടെ അച്ഛൻ ആരാണ്, അങ്ങേരുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീരാൻ പോകുന്നില്ല. അപ്പൊ എല്ലാറ്റിനും പരമകാരണം താൻ തന്നെ എന്നുള്ളതായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ മഹാദേവൻ മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ എന്ന്. വിഷ്ണുവിന്റെയും അച്ഛൻ ഞാൻ തന്നെ എന്ന്. ഇതുപോലെ പറയാറാവണം നമ്മളും. മഹാദേവൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവും പാലനകർത്താവും സംഹാരകർത്താവും ഞാൻ തന്നെയാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഈ വിവേക ചൂടാമണിയില് ഈ ഗുരുവിന്റെ ഉപദേശം കേട്ട് തൃപ്തനായി കഴിഞ്ഞ ആ ശിഷ്യൻ അവസാനം പറയുന്നുണ്ട്, അഹം ബ്രഹ്മ അഹം വിഷ്ണു അഹം ഏവ മഹേശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൃതകൃത്യനായിട്ട് ഗുരുവിനെ നമസ്കരിച്ച് എഴുന്നേറ്റ് പോകുന്നത്. നേടേണ്ടത് നേടിക്കഴിഞ്ഞു. ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും, ഞാൻ തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്ന സ്ഥിതികർത്താവും, ഞാൻ തന്നെയാണ് ഇതിന്റെ സംഹാരകർത്താവും. എന്നിൽ തന്നെയാണ് ഈ പ്രപഞ്ചം ഉത്ഭവിക്കുന്നത്, എന്നിൽ തന്നെയാണ് ഇത് വികസിക്കുന്നത്, നിലനിൽക്കുന്നത്, എന്നിൽ തന്നെയാണിത് ലയം പ്രാപിക്കുന്നത്. ഇതും പറഞ്ഞുകൊണ്ടാണ് ആ ശിഷ്യൻ കൃതാർത്ഥനായിട്ട് പോകുന്നത്. കാരണാന്തര നിരാസ കാരണം, മറ്റൊരു കാരണം ഇതിന് ഇല്ല. കാര്യകാരണ വിലക്ഷണം സ്വയം. ഇത് സ്വയം കാര്യകാരണ വിലക്ഷണം. ഇത് കാര്യവുമല്ല കാരണവുമല്ല. കാര്യം കാണുന്നത് കൊണ്ടാണ് കാരണത്വം കൽപ്പിക്കുന്നത്. ആർക്ക്? ഈശ്വരൻ അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന്. ഈ ജഗത്ത് കാണുന്നത് കൊണ്ട് ഈ ജഗത്തിന്റെ കാരണം ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബ്രഹ്മം. ജഗത് കാരണം ബ്രഹ്മ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി എന്നൊക്കെ ജഗത് കാരണമായിട്ട് ബ്രഹ്മത്തെ പറഞ്ഞു. ജഗത്തുള്ളത് കൊണ്ടാണ്, ജഗത്ത് നിങ്ങൾക്ക് അനുഭവമുള്ളത് കൊണ്ടാണ്, നിങ്ങളിപ്പോ ജഗത്തിനെ സത്യമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധിക്ക് തൃപ്തിയാവണമെങ്കിൽ ഇതിനൊരു കാരണത്തെ കാണിച്ചു കൊടുക്കണം. ബുദ്ധിയുടെ സ്വഭാവമാണ് കാരണാന്വേഷണം. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടിയാലേ ബുദ്ധി ശമിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഈ കാണുന്ന ജഗത്തിന് കാരണം ആ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഉള്ളതെന്താണ്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ജഗത്ത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ തെറ്റിദ്ധരിച്ചതാണ്, ബ്രഹ്മത്തിന്റെ വിവർത്തമാണ് ജഗത്ത്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊരു ജഗത്ത് ഇല്ല. ബ്രഹ്മത്തെ മാറ്റിക്കഴിഞ്ഞാൽ ജഗത്തിന് നിലനിൽക്കാൻ പറ്റുമോ? സ്വർണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആഭരണങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ സ്വർണം നീക്കിയിട്ട് ബാക്കി ആഭരണം എടുത്തോളൂ, സ്വർണം എനിക്ക് തന്നെ തരൂ എന്നാരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുവോ? സ്വർണം നീക്കിയാൽ ആഭരണം നിലനിൽക്കുവോ? ഇല്ല. അപ്പോ ആഭരണത്തിന്റെ കാരണം എന്താണ്? സ്വർണം അല്ലേ? കണ്ടതുകൊണ്ട് ആഭരണത്തിന്റെ കാരണത്തെ ചോദിച്ചപ്പോൾ സ്വർണം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ആഭരണം കാര്യമായിട്ട് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് അതിന് സ്വർണത്തിന് കാരണമെന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ആഭരണമായപ്പോഴും അവിടെ എന്തേ ഉള്ളൂ? മുമ്പ് എത്ര സ്വർണം ഉണ്ടായിരുന്നോ അത്ര സ്വർണമേ ഉള്ളൂ. ആ സ്വർണത്തിന്റെ എന്തൊക്കെ ഗുണങ്ങളാണോ ഉണ്ടായിരുന്നത്
ആ ഗുണങ്ങളെ ആഭരണത്തിലും ഉള്ളൂ. ഒരു ചെറിയൊരു ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കഴുത്തിലിടാനോ കാതിലിടാനോ അല്ലെ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. സ്വർണത്തിനോട് ചോദിച്ചാൽ അത് പറയും, ഞാൻ ഇപ്പോഴും സ്വർണം തന്നെ. നമ്മൾ സ്വർണത്തിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല പുതിയ പേരുകൾ ഇട്ടിരിക്കുന്നത്, ആണോ? ആരെങ്കിലും ചോദിച്ചോ? സ്വർണം സമ്മതിക്കില്ല, ഞാൻ ഇപ്പോഴും സ്വർണം തന്നെ. അതുപോലെയാണ് ഈ കാണുന്ന ഈ ജഗത്ത്. അത് കാണുന്നത് കൊണ്ട് നമ്മൾ കാരണം അന്വേഷിച്ചതുകൊണ്ട് ബ്രഹ്മത്തിന് ജഗത് കാരണത്വം കൽപ്പിച്ചു കൊടുത്തതാണ്. ഈ ജഗത്ത് നിങ്ങൾ എന്ന് സത്യസാക്ഷാത്കാരം ചെയ്യുന്നുവോ അന്ന് എവിടെ പോയി ഈ ജഗത്ത് എന്ന് ചോദിക്കും. ഞാൻ ഇവിടെ എല്ലായിടത്തും സർവത്ര ബ്രഹ്മമയമാണല്ലോ കാണുന്നത്. ആ ദൃഷ്ടിയാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ ദൃഷ്ടി ഇപ്പൊ വികലമായിരിക്കുകയാണ്. ദൃഷ്ടി ഇപ്പൊ വളരെയധികം നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സംസ്കാരം കൊണ്ട് വളരെയധികം വികലവും വളരെ വൈവർണ്യവും ഒക്കെ ഉള്ളതായിട്ട് തീർന്നിരിക്കുകയാണ്. കണ്ണിന് ദോഷം വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ രണ്ടായി കാണാം, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാ, ജോണ്ടിസ്, കാമാല എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണാം. അപ്പൊ അതുപോലെയുള്ള ചില ദോഷങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്, അജ്ഞാനം കൊണ്ടുള്ള ദോഷങ്ങള്. അതാണ് നമ്മൾ ഈ നാനാത്വം സത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അജ്ഞാനമാകുന്ന ആ ബധിരതയെ തിമിരത്തെ നീക്കണം. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ദൃഷ്ടി ജ്ഞാനമയ്യാവും. അങ്ങനെ ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത് എന്ന് ആചാര്യന്മാർ പറയുന്നു. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ, നമ്മുടെ കണ്ണിന് ദോഷം ബാധിച്ചിട്ടുണ്ട്, അത് ഗുരുക്കന്മാരുടെയും ശാസ്ത്രങ്ങളുടെയും അനുഗ്രഹം കൊണ്ട് നല്ലതുപോലെ ശുദ്ധി ചെയ്ത് ജ്ഞാനമയമാക്കിക്കൊണ്ട് പശ്യേത് ബ്രഹ്മമയം ജഗത്, ഈ ജഗത്ത് ബ്രഹ്മമയമായി കാണേണ്ടതാണ്. അപ്പൊ ഇപ്പോഴുള്ള ദോഷങ്ങളെല്ലാം നീക്കി കാണണം എന്നർത്ഥം. അതാണ് ഇവിടെ ഇപ്പൊ കാരണം. ഇത് കാര്യവുമല്ല കാരണവുമല്ല, ഒന്നിന്റെയും കാര്യവുമല്ല ബ്രഹ്മം, ഒന്നിന്റെയും കാരണവുമല്ല. പാരമാർത്ഥിക തലത്തിൽ, വ്യാവഹാരിക തലത്തിലാണ് കാരണത്വം കൽപ്പിച്ചു കൊടുക്കുന്നത് സ്വയം. അങ്ങനെയുള്ള തദ് ബ്രഹ്മ ത്വമസീതി ആത്മനി നിരന്തരം ഭാവയ, ബ്രഹ്മ തത്വമസി ഭാവയാത്മനി. നിർവികൽപകമനൽപമക്ഷരം യക്ഷരാക്ഷര വിലക്ഷണം പരം നിത്യമവ്യയസുഖം നിരഞ്ജനം ബ്രഹ്മതത്വമസി ഭാവയാത്മനി. നിർവികൽപകം അനൽപം അക്ഷരം യത് ക്ഷരാക്ഷര വിലക്ഷണം പരം നിത്യം അവ്യയസുഖം നിരഞ്ജനം. ഇത് ഓരോന്നും ആ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്, ബ്രഹ്മത്തിന്റെ വിവിധങ്ങളായ ലക്ഷണങ്ങളാണ്. നിർവികൽപകം, യാതൊരു വികൽപ്പങ്ങളുമില്ലാത്തത്, യാതൊരു ഭേദഭാവങ്ങളും ഇല്ലാത്തത് എന്നർത്ഥം. വികല്പം എന്ന് പറഞ്ഞാല് സജാതീയ വിജാതീയ സ്വഗതങ്ങളായിരിക്കുന്ന കൽപ്പനകൾ. ഇതൊന്നും വാസ്തവത്തിൽ അതിലില്ല. അത് പരിശുദ്ധമാണ്, അതിൽ ഒരു ഭേദവും ഇല്ല. അവയവരഹിതമാണത്, പൂർണ്ണമാണ്. അതുകൊണ്ട് അതിൽ വികല്പങ്ങളൊന്നുമില്ല. മായാകൃതമല്ലാത്തതാണത്. നിർവികൽപകം. അനൽപം, അനൽപം എന്ന് പറഞ്ഞാല് അല്പമല്ലാതെ. അല്പം എന്ന് പറഞ്ഞാൽ ചെറുത്. ഇത് ചെറുതല്ല. ഇതെന്താണ്? ഇത് ബ്രഹ്മ എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? വലുത്. ബ്രഹ്മ എന്നുള്ള ധാതുവിന്റെ നാമരൂപമാണ് ബ്രഹ്മ. അതിന് മറ്റൊരു പര്യായ ശബ്ദമുണ്ട്, ഭൂമാ. യത് ഭൂമാ തത് സുഖം നാൽപേ സുഖമസ്തി. അപ്പൊ ആ ഭൂമാവാണ് ഈ ബ്രഹ്മം, ഏറ്റവും വലുത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്. അങ്ങനെയുള്ള വലുതായിരിക്കുന്ന, താരതമ്യമില്ലാതെ വലുതായിരിക്കുന്ന, ആകാശത്തേക്കാൾ വലുത് എന്നർത്ഥം. അപ്പൊ അനൽപം. അക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാല് നാശരഹിതമായത്. യത് ക്ഷരാക്ഷര വിലക്ഷണം. ക്ഷരം അക്ഷരം ഇതിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്നത്. ഇവിടെ ക്ഷരം എന്ന് പറഞ്ഞാൽ നശ്വരമായിരിക്കുന്ന സ്ഥൂലമായ ഈ പ്രപഞ്ചം. അക്ഷരം എന്ന് പറഞ്ഞാൽ അതിന് കാരണമായ മായ അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറയുന്നതിനാണ് ഇവിടെ തൽക്കാലം അക്ഷര ശബ്ദം കൊണ്ട്
ഈ ക്ഷരത്തെ അപേക്ഷിച്ച് അക്ഷരം, അല്ലാതെ ശാശ്വതമായ അക്ഷരമല്ല. ശാശ്വതമായ അക്ഷരം എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യത്തെ അക്ഷരം പ്രയോഗിച്ചത്. ഇവിടെ അനൽപം അക്ഷരം. ഇവിടെ ക്ഷരാക്ഷര വിലക്ഷണം എന്ന് പറയുമ്പോ ഈ ക്ഷരമായിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, അത് ക്ഷരം. അതിന് കാരണമായിരിക്കുന്ന മഹത്തത്വം അല്ലെങ്കിൽ പ്രധാനം എന്നൊക്കെ പറയുന്ന, പ്രകൃതി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള തത്വങ്ങളാണ് അല്പം കൂടി അക്ഷരമായിരിക്കുന്നത്, കുറെ കൂടി ഡ്യൂറബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് അതിന് അക്ഷരം എന്ന് പറഞ്ഞു. അതിൽ നിന്നൊക്കെ വിലക്ഷണം. അപ്പോൾ കാര്യകാരണങ്ങളിൽ നിന്ന് തന്നെ വിലക്ഷണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പരം എന്ന് പറഞ്ഞാലോ ദ അൾട്ടിമേറ്റ്, ദ അബ്സല്യൂട്ട് എന്നർത്ഥം. അതിനപ്പുറത്ത് മറ്റൊന്നില്ല. ഏറ്റവും സത്യമായിരിക്കുന്നത്, നിത്യം എന്നുമുള്ളത്, അവ്യയ സുഖം. അതിന്റെ സ്വരൂപം സുഖസ്വരൂപം തന്നെയാണ്. അതിന് ഒരു കാലത്തും ഒരു മാറ്റവും ആ സുഖത്തിന് ഇല്ല. ആനന്ദമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം, അല്ലെ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആനന്ദം ആനന്ദം തന്നെയാണ്, സച്ചിദാനന്ദം. അപ്പോ നിത്യം അവ്യയ സുഖം. നിരഞ്ജനം. നിരഞ്ജനം, അഞ്ജനം എന്ന് പറഞ്ഞാൽ അഴുക്ക് എന്നാണ്, കളങ്കം, ബ്ലെമിഷ് എന്നർത്ഥം. നിരഞ്ജനം, ബ്ലെമിഷ്ലെസ് എന്ന് പറഞ്ഞാലോ മറ്റൊരു വസ്തു അതിൽ കലർന്നിട്ടില്ല. രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ ഇതിനെ കളങ്കപ്പെടുത്താൻ പറ്റുള്ളൂ. ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞിരിക്കുമ്പോ രണ്ടാമതൊരു വസ്തു ഇല്ലാതിരിക്കുമ്പോ അതിന് കലരാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാത്തത് കൊണ്ട് പരിശുദ്ധമായത് നിരഞ്ജനം. തദ് ബ്രഹ്മ ത്വമസീതി ആത്മനി ഭാവയ. ആ ബ്രഹ്മം നീ തന്നെ എന്ന് നിരന്തരം ഭാവന ചെയ്യും. അപ്പൊ ഓരോ പദങ്ങളും ധ്യാനിക്കാനുള്ളതാണ്, മെഡിറ്റേറ്റ് ചെയ്യാനുള്ളതാണ്, വിചാരം ചെയ്യാനുള്ളതാണ്, അനുസന്ധാനം ചെയ്യാനുള്ളതാണ്. യദ്വിഭാതി സദനേകദാ ഭ്രമാത് നാമരൂപ ഗുണവിക്രിയാത്മനാം ഹേമവത് സ്വയമവിക്രിയം സദാ ബ്രഹ്മതത്വമസി ഭാവയാത്മനി. യത് വിഭാതി സത് അനേകദാ ഭ്രമാത്. യത് സത് ഭ്രമാത് അനേകദാ വിഭാതി. ഏതൊരു സത്യമാണോ ഭ്രമം ഹേതുവായിട്ട് പലതായി പ്രകാശിക്കുന്നത്. എങ്ങനെയാണ് പലതായിട്ട്? ആ അനേകത എന്നുള്ളതിനെ വിശേഷിപ്പിച്ചതാണ് നാമരൂപ ഗുണവിക്രിയാത്മന. നാമങ്ങൾ, വ്യത്യസ്തങ്ങളായ നാമങ്ങൾ. ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കൾക്കും ഓരോ നാമം, ഓരോന്നിനും വെവ്വേറെ രൂപങ്ങൾ. വിക്രിയ എന്ന് പറഞ്ഞാൽ വികാരം, അതിന്റെ മാറ്റം ആണ് വിക്രിയ. അപ്പൊ മാറ്റങ്ങളോട് കൂടിയതാണ് ഈ ജഗത്ത്. നാമരൂപ ഗുണം. ഗുണങ്ങൾ ഈ ലോകത്തിൽ ഓരോ വസ്തുക്കൾക്കും പ്രത്യേകം പ്രത്യേകം ഗുണങ്ങളുണ്ട്. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളുടെ പലതരത്തിലുള്ള കോമ്പിനേഷനാണ് ഈ ലോകം. അപ്പൊ അങ്ങനെയുള്ള നാമരൂപ ഗുണ വിക്രിയാത്മന അനേകത ഏകം സത് വിഭാതി. ഏകമായ ആ സത്ത് പ്രകാശിക്കുന്നു. എന്തുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്? ഭ്രമാത്. ആ ഭ്രമം മാറ്റാനാണ് ഇപ്പൊ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭ്രമം കൊണ്ട് ഈ നാനാത്വം സത്യമായിരിക്കുന്നു. ഇനി നിരന്തരമായ വിചാരം കൊണ്ട്, അനുസന്ധാനം കൊണ്ട് എന്ത് മാറണം? ഈ ഭ്രമം മാറണം. അപ്പോ അതിന് ഉദാഹരണം പറഞ്ഞു തരികയാണ്, ദൃഷ്ടാന്തമായിട്ട് പറയുകയാണ്. ഹേമവത് സ്വയം അവിക്രിയം സദാ. ഹേമം എന്നാൽ എന്താ? സ്വർണം. സ്വർണം ഒരിക്കലും മാറുന്നില്ല, ആഭരണങ്ങളെ മാറുന്നുള്ളൂ. ആഭരണങ്ങൾ രൂപാന്തരം പ്രാപിക്കുമ്പോഴും സ്വർണം നഷ്ടപ്പെടുന്നുണ്ടോ? സ്വർണത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? സ്വർണത്തിന്റെ ആ മെറ്റാലിക് പ്രോപ്പർട്ടീസ് നഷ്ടമാകുന്നുണ്ടോ? സ്വർണത്തിന് ഒരു ഹാനിയുമില്ല. ആ സ്വർണത്തെ നിങ്ങൾ വിവിധ പേരുകളിൽ വിളിക്കുന്നു, അല്ലെ? വിവിധ പ്രയോജനങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. കഴുത്തിലിടാൻ, കാതിലിടാൻ, കയ്യിലിടാൻ, വിരലിലിടാൻ, അരയിലിടാൻ, കാലിലിടാൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പല ആവശ്യങ്ങൾക്ക് പല പേരില് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ സ്വർണം അവിടെ ചേഞ്ച്ലെസ് ആണ്. സ്വർണത്തിന് വിക്രിയൊന്നുമില്ല. വിക്രിയ എന്ന് പറഞ്ഞാൽ വികാരം. എത്ര സ്വർണം മുമ്പുണ്ടായിരുന്നുവോ, 1 പവൻ സ്വർണം കൊണ്ടാണ് നിങ്ങൾ ഒരു ആഭരണം ഉണ്ടാക്കിയത്, പിന്നെ അത് ഉരുക്കിയാൽ അതേ 1 പവൻ അവിടെ തന്നെ കാണും. അതുകൊണ്ട് വീണ്ടും ഒരു ആഭരണം ഉണ്ടാക്കാം, അല്ലെ? ജ്വല്ലറി പോയാൽ ഒത്തിരി വ്യത്യാസമൊക്കെ വരും. അത് അവരുടെ ലാഭത്തിനുള്ളതാണ്, അല്ലേ? കുറച്ച് പണിക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര്
എന്തെങ്കിലുമൊക്കെ കുറച്ച് കണക്കൊക്കെ പറയും. യഥാർത്ഥത്തിൽ എവിടെയും പോണില്ല. അവരുടെ ആ പണിശാലയിൽ നിന്ന് അത് എവിടെയും പുറത്തേക്ക് മാഞ്ഞു പോയിട്ടില്ല. ആരും വന്ന് കൊണ്ടുപോയിട്ടില്ല. അത് അവിടെ തന്നെ കാണും. എങ്കിലും അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് അവര് പല പേരും പറയട്ടെ അല്ലേ, അവർക്കും ജീവിക്കണ്ടേ അല്ലേ, അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാറുക. അപ്പോ ഹേമവത് സ്വയം അവിക്രിയം, സ്വർണത്തിന് യാതൊരു വികാരവുമില്ലാത്തതുപോലെ ആഭരണങ്ങൾ മാറുന്നു, രൂപാന്തരങ്ങൾ പ്രാപിക്കുന്നു. അതുപോലെ ഈ അസത്തായ ജഗത്ത് മാറിക്കൊണ്ടേയിരിക്കുന്നു, നാമരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ സത്തിന് ഒരു മാറ്റവും ഇല്ല. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഹോ തത്വദർശിഭിഃ. ഈ തത്വം ദർശിച്ചവർക്ക് സത്തിനൊരു നാശവുമില്ല, അസത്തിട്ടുണ്ടായിട്ടും ഇല്ല. അതാണ് നമ്മളിപ്പോ അറിയാൻ ശ്രമിക്കുന്നത്. യച്ഛകാസ്ത്യനപരം പരാത്പരം പ്രത്യഗേകരസമാത്മലക്ഷണം സത്യചിത് സുഖമനന്തമവ്യയം ബ്രഹ്മതത്വമസി ഭാവയാത്മനി. യത് ചകാസ്തി, ഏതൊന്ന് ശോഭിക്കുന്നുവോ, ചകാസ്തി എന്ന് പറഞ്ഞാൽ കാസിക്കുക എന്നൊക്കെ ഉള്ളത് പ്രകാശത്തിന്റെ ഇതാണ്. അപ്പൊ യച്ഛകാസ്തി, ഏതൊന്ന് പ്രകാശിക്കുന്നുവോ, എങ്ങനെയായിട്ട്? അനപരം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അപരമായിട്ടൊന്ന് ഇല്ല, അതിൽ നിന്ന് അന്യമായിട്ടൊന്ന് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ശോഭിക്കുന്നത്, ഈ പ്രപഞ്ചമായി ശോഭിക്കുന്നത്. അത് പരാത് പരം, എല്ലാ ശ്രേഷ്ഠമായതിനും എല്ലാ കാരണങ്ങൾക്കും അപ്പുറത്തുള്ളതാണത്. പരാത് പരം. ബ്രഹ്മദേവൻ അഥവാ ഹിരണ്യഗർഭനും മുമ്പേ ഉള്ളത്, മായയ്ക്കും മുമ്പേ ഉള്ളത് എന്നൊക്കെ അർത്ഥാണ് പരാത് പരം എന്നതുകൊണ്ട്. പ്രത്യഗ് എന്ന് പറഞ്ഞാൽ അതെവിടെയാ അന്വേഷിക്കേണ്ടത്? പുറത്തല്ല അന്വേഷിക്കേണ്ടത്, അവനവന്റെ അന്തരാത്മാവാണ്. പ്രത്യേകാത്മാ എന്ന് പറഞ്ഞാൽ അവനവന്റെ തന്നെ സ്വരൂപം. ഇവിടെയാണ് അന്വേഷിക്കേണ്ടത്. വേറെ പുറത്തെവിടെ അന്വേഷിച്ചാൽ കിട്ടുന്നതല്ല ഈ സാധനം. അപ്പൊ പ്രത്യഗ് ഏകരസം, അതിന് എപ്പോഴും ഒരേ രസം തന്നെയാണ്, ഒരേ സ്വഭാവം തന്നെയാണ്. സച്ചിദാനന്ദം, അതാണ് അതിന്റെ രസം, ആനന്ദരസം തന്നെയാണ്. ഏകരസം, ആത്മലക്ഷണം, ആത്മാ എന്നുള്ള ലക്ഷണത്തോടു കൂടിയതാണ് ആ വസ്തു. എന്താ ആത്മാ എന്ന് പറഞ്ഞാല്? ഏതൊന്നാണോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, ഏതൊന്നാണോ എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നത്, ഏതൊന്നാണോ എല്ലായ്പ്പോഴും അഭാവമില്ലാതെ ഇരിക്കുന്നത്, ഇതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. യദാപ്നോതി യദാദത്തെ യച്ചാത്തി വിഷയാനിഹ യസ്യാസ്തി സന്തതോ ഭാവഃ തസ്മാത് ആത്മേതി ഗീയതേ. ആത്മാ ശബ്ദത്തിന് അർത്ഥമുണ്ട്, വെറുതെ പറയുന്നതല്ല. അപ്പൊ യദാപ്നോതി, ഏതൊന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവോ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുവോ, യദാദത്തെ, ഏതൊന്നാണോ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്, ഓൾ ഇൻക്ലൂസീവ്, എല്ലാറ്റിനെയും വിഴുങ്ങാൻ കഴിവുള്ളത്. യച്ചാത്തി വിഷയാനിഹ, ഏതൊന്നാണോ എല്ലാവരുടെ ഉള്ളിലും ജീവനായിരുന്നു കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. യസ്യാസ്തി സന്തതോ ഭാവഃ, ഏതൊന്നിനാണോ എല്ലായ്പ്പോഴും നിലനിൽപ്പുള്ളത്, മാറ്റമില്ലാത്തത്, അഭാവമില്ലാത്തത്. തസ്മാത്, ആ വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ആത്മാ എന്നുള്ള. അപ്പൊ ആത്മലക്ഷണത്തോടു കൂടിയതാണ്. സത്യചിത് സുഖം, സത്ത് ചിത്ത് സുഖം, സച്ചിദാനന്ദമാണ് അതിന്റെ സ്വരൂപം. അനന്തം, അത് കാലത്തിലും ദേശത്തിലും പരിമിതികളില്ലാത്തതാണ്. കാലദേശാവധിഭ്യാം നിർമുക്തം. അവ്യയം, അത് വ്യയമില്ലാത്തത്, നാശരഹിതമാണ്, എന്നും ഒരുപോലെ ഉള്ളതാണ്. ആ വസ്തുവാണ് നമ്മുടെ സ്വരൂപം എന്ന് നിരന്തരം വിചാരം ചെയ്യണം. ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ഉക്തമർത്ഥമിമമാത്മനി സ്വയം ഭാവയേത് പ്രധിതയുക്തിഭിർദിയാ സംശയാതിരഹിതം കരാംബുവത് തേന തത്വനിഗമോ ഭവിഷ്യതി. ഇങ്ങനെ ഉക്തം അർത്ഥം, ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അർത്ഥത്തെ സ്വയം ആത്മനി ഭാവയേ,
നിരന്തരം അവനവനിൽ തന്നെ അവനവന്റെ സ്വരൂപത്തിൽ തന്നെ ഭാവന ചെയ്യണം. എങ്ങനെ? പ്രതിത യുക്തിഭിഹി. പ്രതിതം എന്നാൽ പ്രശസ്തം. ഏറ്റവും പ്രശസ്തങ്ങളായ ലോജിക്കുകളെല്ലാം ഉപയോഗിച്ചോളൂ, ന്യായങ്ങളെല്ലാം ഉപയോഗിച്ചോളൂ. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ധിയാ, ശുദ്ധമായ ബുദ്ധി കൊണ്ട്, യോഗ്യത നേടിയ അന്ധക്കരണം കൊണ്ട്, സംശയാതിരഹിതം, അങ്ങനെ എല്ലാ സംശയ വികല്പങ്ങളെല്ലാം മാറി, കരാമ്പുവത്, കയ്യിലുള്ള ഉള്ളം കയ്യിലെ വെള്ളം പോലെ നമുക്ക് സാക്ഷാത്കരിക്കാം. തേന തത്വനിഗമഃ കരാമ്പുവത് ഭവിഷ്യതി എന്നർത്ഥം. ഈ വിചാരം നിങ്ങൾ തുടർന്നു കൊണ്ടിരുന്നാൽ തത്വനിഗമഃ, തത്വനിശ്ചയഃ, തത്വബോധഃ, തത്വനിഷ്ഠ, ജ്ഞാനനിഷ്ഠ എന്ത് ഭവിക്കും? ഈ കരാമ്പുവത് ഭവിഷ്യതി. ഉള്ളം കൈയിലെടുത്ത വെള്ളം നിങ്ങൾക്ക് എത്ര സുലഭമാണോ അതുപോലെ നിത്യസുലഭമായിരിക്കും ഈ തത്വബോധം. അപ്പൊ അതിന് വിചാരം ചെയ്യാനുള്ള യുക്തികളൊക്കെയാണ് മുമ്പും പറഞ്ഞു തന്നത്. അവനവന്റെ അനുഭവങ്ങളുടെയും യുക്തിയുടെയും വെളിച്ചത്തിൽ വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് ഉറപ്പിക്കുക ഈ തത്വമസി മഹാവാക്യത്തെ. സ്വബോധമാത്രം പരിശുദ്ധ തത്വം വിജ്ഞായ സംഘേ നൃപവച്ച സൈന്യേ തദാശ്രയസ്വാത്മനി സർവദാ സ്ഥിതോ വിലാപയ ബ്രഹ്മണി വിശ്വജാതം. അപ്പോ ഈ സ്വബോധസ്വരൂപമായിരിക്കുന്ന ആ പരിശുദ്ധമായ തത്വത്തെ വേർതിരിച്ച് അറിയണം. അതാണ് ഏതിന് ഉദാഹരണം പറഞ്ഞതാണ്. സംഘേ നൃപവച്ച സൈന്യേ. ഒരു സൈന്യത്തിന്റെ കൂട്ടം നിൽക്കുമ്പോ അതിലെ രാജാവിനെ കണ്ടാൽ തിരിച്ചറിയില്ലേ? ആ രാജാവിനെ അനുസരിച്ചല്ലേ സൈന്യം ചലിക്കുക? ആ രാജാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയല്ലേ, രാജാവിന്റെ കമാൻഡിനനുസരിച്ചല്ലേ സൈന്യത്തിലെ ഓരോരുത്തരും അവരുടെ പ്രവൃത്തികൾ ചെയ്യുക? അല്ലാതെ ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുവോ? അപ്പൊ രാജാവ് എങ്ങനെയാണോ ഒരു സൈന്യത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ മധ്യത്തിൽ ശോഭിക്കുന്നത്, അതുപോലെ ഈ സംഘത്തിൽ, ഏതാ സംഘം? നമ്മുടെ ശരീര മനോബുദ്ധികളാകുന്ന പഞ്ചകോശങ്ങളാകുന്ന ഈ സംഘത്തിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന ആ ആത്മാവിനെ തിരിച്ചറിയണം. രാജാവിനെ തിരിച്ചറിയുന്ന പോലെ ഇവിടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ ഏതൊന്നിന്റെ ആശ്രയിച്ചുകൊണ്ടാണോ നമ്മുടെ കരചരണങ്ങൾ പ്രവർത്തിക്കുന്നത്, കണ്ണ് കാണുന്നത്, കാത് കേൾക്കുന്നത്, മൂക്ക് ശ്വസിക്കുന്നതും ഘ്രാണിക്കുന്നതും, നാവ് സംസാരിക്കുന്നതും രസിക്കുന്നതും, കയ്യും കാലും അതിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതും എല്ലാം ഏതൊരു രാജാവിന്റെ സാന്നിധ്യം കൊണ്ടാണോ, ഏതൊരു രാജാവിനെ അനുസരിച്ചുകൊണ്ടാണോ? ഈ രാജാവ് ഇവിടുന്ന് പോയാൽ രാജ്യം നശിച്ചു പോകും, അല്ലേ? ആ രാജാവിനെ തിരിച്ചറിയുക, വിചാരം ചെയ്യുക. അങ്ങനെ തദാശ്രയ സ്വാത്മനി സർവദാ സ്ഥിതോ. അപ്പൊ അങ്ങനെ ഈ വിശ്വത്തെ മുഴുവൻ ഈ ഒരു ആത്മബോധത്തിൽ ഇരുന്നു കൊണ്ട് ഈ നാനാത്വ ഭ്രമത്തെ മുഴുവൻ വിലാപയ എന്ന് പറഞ്ഞാലോ വിലയനം ചെയ്യിപ്പിക്കൂ, മുഴുവൻ അതിലേക്ക് വിലയിപ്പിക്കൂ, സംയോജിപ്പിക്കൂ എന്നർത്ഥം. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഈ ഒരു അനുസന്ധാനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് തുടർന്നും പറയാണ്. വാസന ക്ഷയം, നമ്മുടെ അനാദിയായി നമ്മൾ ആർജിച്ചിട്ടുള്ള വാസനകളെ ക്ഷയിപ്പിക്കാനായി കൊണ്ട് എന്ത് വേണം? തീവ്രമായിട്ടുള്ള നിഷ്ഠ വേണം, അനുസന്ധാനം വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. അതിൽ ഒരു ശ്ലോകം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ജ്ഞാദേവസ്തുന്യബലവതി വാസനാനാദിരേഷ കർത്താ ഭോക്താപ്യഹമിതി ദൃഢാ യാസ്യ സംസാരഹേതുഃ പ്രത്യഗ്ദൃഷ്ട്യാത്മനി നിവസദ സാപനേയാ പ്രയത്നാത് മുക്തിം പ്രാഹുസ്തതിഹ മുനയോ വാസനാതാനവം യത്. അപ്പൊ നമ്മൾക്ക് ഈ ആത്മബോധം ഉറയ്ക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ വാസനകളുടെ തടസ്സമാണ്. ഈ വാസനകളാകുന്ന അഴുക്ക് ജീവബ്രഹ്മ ഐക്യത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും രണ്ട് വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് ഒട്ടിക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒട്ടിക്കാനുള്ള രണ്ട് വസ്തുക്കളുടെയും പ്രതലങ്ങള്
ഉരച്ച് മിനുക്കി ശുദ്ധമാക്കണം, അല്ലെ? അതിൽ അഴുക്കൊന്നും പാടില്ല. എന്നിട്ട് വേണം അതിൽ പശയൊക്കെ തേച്ച് നല്ലോണം ഒട്ടിക്കാൻ, അല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ നമ്മുടെ ഈ ബോധം, ആത്മബോധം ഈ പരബ്രഹ്മത്തിലേക്ക്, പരമാത്മാവിലേക്ക് ഉറയ്ക്കാതിരിക്കാനുള്ള കാരണമാണ് നമ്മുടെ അനാദിയായിട്ടുള്ള ജന്മങ്ങളായി ആർജിച്ചിട്ടുള്ള സംസ്കാരം അഥവാ വാസന. ആ വാസനകളെ താനവം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശോഷിപ്പിക്കുക എന്നാണ്. വാസനാ താനവം, വാസനയെ തനുവാക്കുക. തനു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അപ്പൊ വാസനയെ സൂക്ഷ്മമാക്കുക. അതിനെന്ത് വേണം? അപ്പോ വസ്തുനി ജ്ഞാതേ അഭി, ഈ വസ്തു എത്ര തന്നെ നമ്മൾ അറിഞ്ഞാലും, നമ്മൾ എത്ര തന്നെ പ്രഭാഷണങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, അല്ലെ? നായമാത്മാ പ്രവചനേന ലഭ്യഃ ന മേധയാ ന ബഹുദാ ശ്രുതേന. അപ്പൊ എത്ര പ്രവചനം ചെയ്താലും കാര്യമൊന്നുമില്ല. യമൈവൈഷ വൃണുതേ തേന ലഭ്യഃ തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അതാണ് അവിടെ മുഖ്യം. യം ഏവ യേഷ വൃണുതേ, ഏതൊരു ആത്മാവിനെ തന്നെ ഈ സാധകൻ വരിക്കുന്നുവോ, അല്ലെങ്കിൽ ആ ആത്മാ ഏതൊരു സാധകനെ വരിക്കുന്നുവോ, അങ്ങനെ ആ ആത്മാവിന്റെ അനുഗ്രഹമുണ്ടാകുമ്പോഴാണ് തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. ആ ആത്മാ സ്വാം തനും വിവൃണുതേ, തന്റെ സ്വരൂപത്തെ അനാവരണം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു എന്ന്. അപ്പൊ അതിന് എന്ത് വേണം? ആ ഭക്തി വേണം എന്നർത്ഥം. എന്താ ഭക്തി? ആചാര്യ ഭഗവത്പാദർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി. അതിനാണ് നമ്മൾ എല്ലാ അനുഷ്ഠാനങ്ങളും. അപ്പോ ബലവതീ വാസന യേഷ അനാദി, ഈ അനാദിയായിട്ടുള്ള വാസന ബലവതിയാണ്. കർത്താ ഭോക്താപ്യഹമിതി ദൃഢായാസ്യ സംസാരഹേതു. ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് സംസാരത്തിലേക്ക് നമ്മളെ വലിച്ചഴച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യക് ദൃഷ്ട്യാത്മനി നിവസത. ആ പ്രത്യക് ദൃഷ്ട്യ ആത്മനി നിവസത, അന്തർമുഖനായിട്ട്. പ്രത്യക് ദൃഷ്ടി എന്ന് പറഞ്ഞാല് അന്തർമുഖനായിക്കൊണ്ട് ആത്മാവിൽ തന്നെ നിവസിക്കുക. കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഃ അമൃതത്വമിച്ഛന്. അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെയൊക്കെ അകത്തേക്ക് തിരിക്കണം. കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. അല്ലേ? നാരായണ ഗുരുദേവൻ പറഞ്ഞു. അപ്പൊ ഈ 5 കണ്ണുകളെയും ഉള്ളിലേക്ക് അടക്കണം. കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഃ അമൃതത്വമിച്ഛന്. അപ്പൊ അങ്ങനെ പ്രത്യക് ദൃഷ്ടി ആത്മനി നിവസത സാ അപനേയ പ്രയത്നാത്. സാ എന്ന് പറഞ്ഞാൽ സാ വാസന, പ്രയത്നാത് അപനേയ. ആ വാസനയെ പ്രയത്നം കൊണ്ട് വേണം അപനയം ചെയ്യാനായിക്കൊണ്ട്. ആ വാസന നീങ്ങിക്കഴിയുമ്പോൾ ആ വാസനാതാനവത്തെ മുക്തി എന്ന് ചില മുനികൾ പറയുന്നു. വാസനാ പ്രക്ഷയോ മോക്ഷ എന്ന് പലരുടെയും അഭിപ്രായമുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ആ വാസനാ താനവത്തിനായി, വാസനാക്ഷയത്തിനായി കൊണ്ട് നിരന്തരം അനുസന്ധാനം ചെയ്യണം, പ്രയത്നം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടരുകയാണ്. ഞാനിവിടെ നിർത്തുകയാണ്. ഇത് ഒരു ശ്ലോകം പോലും എനിക്ക് ഈ 1 മണിക്കൂർ തന്നാലും തികയുന്നതല്ല. ഓടിച്ച് ആശയം കുറച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തൃപ്തിയും എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാവരുത്. അപ്പോഴേ കൂടുതൽ പഠിക്കാൻ അതിനുവേണ്ടി മെനക്കെടണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.